ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയ പക്ഷെ പലപ്പോഴും പല ആൾക്കാരും ഇഗ്നോർ ചെയ്യുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. ദാറ്റ് ഇസ് തൈറോയിഡ് നോഡ്യൂൾസ്. തൈറോയിഡ് നോഡ്യൂൾസ് എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡിലുള്ള മുഴകൾ. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ നമ്മളുടെ കഴുത്തിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗൻ ആണ്. ഈ ഗ്രന്ഥിയാണ് നമ്മളുടെ മെറ്റബോളിസം, നമ്മളുടെ ഊർജ്ജനില, നമ്മളുടെ ബോഡിയിലെ പല പ്രധാന ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ. ആൻഡ് ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ പല ആൾക്കാർക്കും മുഴകൾ വരാറുണ്ട്. ആൻഡ് ഈ മുഴകളിൽ ഇറ്റ്സ് വെരി കോമൺ. ആൻഡ് ഈ മുഴകളിൽ ഒരു 90-95% മുഴകളും നോൺ ക്യാൻസറസ്, അതായത് ബിനൈൻ ക്യാൻസർ അല്ലാത്ത നോഡ്യൂൾസ് ആണ്. ആൻഡ് ഇതിപ്പോൾ ക്യാൻസർ അല്ലാത്ത നോഡ്യൂൾസ് ആണെങ്കിൽ കൂടിയും ഈ നോഡ്യൂൾസ് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ തൈറോയിഡ് കഴുത്തിലൊരു സ്വെല്ലിംഗ്. ആൻഡ് ഇറ്റ്സ് വെരി കോമൺ ഇൻ ഫീമെയിൽസ്, യങ് ഫീമെയിൽസ് നെക്ക് സ്വെല്ലിംഗ് ആയിട്ടാണ് മെയിൻലി വരാറുള്ളത്. രണ്ടാമത്തേന്ന് വെച്ചാൽ സ്വോളിങ്, നമുക്ക് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. ചില പേഷ്യൻസിന് വോയിസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിരിക്കാം. ചില പേഷ്യൻസിന് കഴുത്തിൽ ആകെക്കൂടെ ഒരു ഭാരം തോന്നാറുണ്ട്. സോ ഈ നോഡ്യൂൾസ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പണ്ട് ട്രീറ്റ് ചെയ്യുന്നത് സർജറി വെച്ചിട്ടാണ്. പണ്ട് സർജറി എന്ന് വെച്ചാൽ തൈറോയിഡെക്ടമിയാണ് ആ സർജറി എന്ന് പറയുന്നത്. അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് ഒരു മിഡിൽ ഇസ്തമസ് എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് നോഡ്യൂൾസ് ഉണ്ട് അവരെന്ത് ചെയ്യും, ആ ഭാഗം അവർ തൈറോയിഡ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഫുൾ തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യും. സോ ഈ സർജറി എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയാണ്. സോ നൗ ഇപ്പോൾ സർജറിയുടെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു പുതിയ അഡ്വാൻസ്മെന്റ് ഇൻ മോഡേൺ മെഡിസിൻ ആണ് തൈറോയിഡ് അബിലേഷൻ എന്ന് വെച്ചാൽ. ഈ തൈറോയിഡ് നോഡ്യൂൾ അബിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹീറ്റ് ബേസ്ഡ് തെറാപ്പിയാണ്. നമ്മൾ എന്താ ഒരു പിൻ ഹോൾ സ്കാർലെസ് ട്രീറ്റ്മെന്റ്, മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെന്റ്. അതായത് ഈ ഒരു നീഡിലല്ലേ, ഈ ഒരു ചെറിയ നീഡിൽ, ഈ നീഡിൽ നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ കറക്റ്റ് നമ്മുടെ മുഴയുടെ ഉള്ളിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. എവറി മൂവ്മെന്റ്, ഇതിലൊരു മാർക്കുണ്ടല്ലോ, എവറി മൂവ്മെന്റും നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ കണ്ടിട്ട് എക്സാക്ട്ലി ഇൻ ദ സെന്റർ ഓഫ് ദ നോഡ്യൂളാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഇത് ഒരു ജനറേറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൽ ഹീറ്റ് ഉണ്ടാവും. ഒരു ഹീറ്റ് ബേസ്ഡ് തെറാപ്പിയായി മൈക്രോവേവ് തൈറോയിഡ് നോഡ്യൂൾ അബ്ലേഷൻ എന്ന് വെച്ചാൽ. ആൻഡ് ഈ ഹീറ്റ് എന്ത് ചെയ്യും, ആ തൈറോയിഡ് നോഡ്യൂളിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഈ നോഡ്യൂൾ വിത്ത് ടൈം ഇത് ഷ്രിങ്ക് ചെയ്ത് ചെറുതായി വരും. ബൈ 3 months ഒരു 50-59% റിഡക്ഷൻ ഇൻ സൈസ് കാണും. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് എ ഇയർ ഓൾമോസ്റ്റ് 95% റിഡക്ഷൻ ഇൻ സൈസ് കാണും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ചാൽ ഈ തൈറോയിഡ് നോഡ്യൂളിന്റെ സൈസ് കുറയുമ്പോൾ അതുമൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നല്ല കുറയും. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വെച്ചാൽ യങ് ലേഡീസ് കം ടു അസ്. ചെറിയ കുട്ടികൾ ഈ തൈറോയിഡിന്റെ മുഴകൾ കാരണം അവർക്ക് ഫംഗ്ഷൻ പോകുമ്പോൾ മാലയിടാൻ പറ്റുന്നില്ല, അവർ കഴുത്ത് ഇങ്ങനെ ഷോള് വെച്ച് ഇങ്ങനെ മറച്ച് നടക്കുന്ന കുറേ ലേഡീസ് ഉണ്ട്. അവർക്ക് ഈ അബിലേഷൻ ചെയ്യുമ്പോൾ വൺ അഡ്വാൻറ്റേജ് സ്കാർ ഇല്ലല്ലോ, ചെറിയൊരു പിൻ ഹോൾ അല്ലേ, ഇത് മൂലം ഉണ്ടാവുന്ന ഒരു ഡിസ്കളറേഷൻ വിതിൻ എ വീക്ക് മാറും. ആൻഡ് പേഷ്യൻസ് ഈ സൈസ് പറയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂടെ ചെയ്യുന്നത്. അവർ ഓരോ ഫംഗ്ഷൻസിനും ഇത്രയും കാലം മാല ഒന്നും ഇടാണ്ട് പറിച്ചു നടന്ന പേഷ്യൻസ് ഹാപ്പി ആയിട്ടാണ് ഓരോ ഫംഗ്ഷൻസിനും മാലയൊക്കെ ഇട്ട് കഴുത്തൊക്കെ എക്സ്പോസ് ചെയ്ത് നടക്കുക. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് തൈറോയിഡ് നോഡ്യൂൾ അബ്ലേഷൻ. പിന്നെ അതുമൂലം ഉണ്ടാവുന്ന ബ്രീതിങ് ഡിഫിക്കൽട്ടി, സ്വോളോയിങ് ഡിഫിക്കൽട്ടി, വോയിസ് ചേഞ്ചസ് ഒക്കെ ഈ നോഡ്യൂളിന്റെ സൈസ് കുറയുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ അതേ കണക്ക് കുറയാറുണ്ട്. ആൻഡ് ദിസ് ഇസ് എ നീഡിൽ ദാറ്റ് വി യൂസ് ഫോർ തൈറോയിഡ് മൈക്രോവേവ് നോഡ്യൂൾ അബ്ലേഷൻ. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ. ഇതിന് അഡ്മിഷന്റെ ആവശ്യമില്ല. പേഷ്യന്റിന് രാവിലെ വരാം. വെറും 20-30 minutesനുള്ളിൽ നമ്മൾ ഈ അബ്ലേഷൻ കഴിഞ്ഞ് പേഷ്യന്റ് ഒരു 2 hours ഒബ്സർവേഷൻ ശേഷം ദേ കൻ ഗോ ബാക്ക് ഹോം, തിരിച്ച് വീട്ടിൽ പോവാം. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഹോസ്പിറ്റലിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ റെസ്റ്റ് വേണോ കിടക്കണോ? പക്ഷെ ഈ പ്രൊസീജിയറിന് അതിന്റെ ഒരു ആവശ്യമില്ല. പേഷ്യൻസിന് തിരിച്ച് വീട്ടിൽ പോയി അവരുടെ നോർമൽ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാം. അതിലൊന്നും ഒരു ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ സ്കാർ ഇല്ല, ഒരു സ്റ്റിച്ചസ് ഇല്ല, ജനറൽ അനസ്തേഷ്യയുടെ ആവശ്യം ഒട്ടുമില്ല, ഒൺലി ലോക്കൽ അനസ്തേഷ്യ. അത്രയും സെൻസിറ്റീവായ പേഷ്യൻസിനെ സെഡേഷൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ അതിന്റെ ആവശ്യം വളരെ റെയർ ആണ്. വെറും ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആൻഡ് നമ്മൾ തൈറോയിഡിന്റെ നമ്മൾ ആ നോഡ്യൂൾ മാത്രമേ കരിക്കുന്നുള്ളൂ. തൈറോയിഡിന്റെ വേറെ ഭാഗങ്ങൾ, നോർമൽ തൈറോയിഡ് നമ്മൾ തൊടുകയേ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡ് ഫംഗ്ഷൻ പ്രിസർവ്ഡ് ആണ്. ലൈഫ് ലോങ് തൈറോയിഡിന്റെ മെഡിക്കേഷൻസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്.